നമസ്കാരം, ട്രിക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ ഒരു വാഹനം എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും തിരഞ്ഞെടുത്ത വാഹനത്തിന്റെ ബോഡി എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യാമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ എങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്യേണ്ടതെന്നും ഏതൊക്കെയാണ് എഞ്ചിന്റെ മെയിൻ ഘടകങ്ങളായിട്ട് കടന്നു വരുന്നത് എന്നുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്. എഞ്ചിന്റെ ഓരോ ഭാഗങ്ങൾ തിരിച്ച് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും വാഹനത്തിന്റെ എഞ്ചിൻ ഏതൊക്കെയാണ് എഞ്ചിന്റെ കോമ്പോണന്റ്സ്, ഏതൊക്കെയാണ് വാഹനത്തിന്റെ എഞ്ചിന്റെ അകത്ത് ചെക്ക് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ എന്നുമാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. OBD സ്കാനർ നിങ്ങൾ കയ്യിൽ കരുതിയാൽ ഞൊടിയിട കൊണ്ട് എഞ്ചിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കും. വാഹനത്തിന്റെ ലോക്ക് തുറന്ന് ബോണറ്റ് പൊക്കാം. ലോക്ക് എടുത്തതിന് ശേഷം ബോണറ്റിന്റെ അടിയിലൂടെ കൈ കടത്തി ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ഇങ്ങനെ പൊക്കി കഴിയുമ്പോഴാണ് ബോണറ്റ് പൊക്കുന്നതിനായിട്ടുള്ള ആക്സസ് നമുക്ക് കിട്ടുക. ഇവിടെ ഒരു ലോക്ക് എടുക്കും. അപ്പോൾ ആ ലോക്ക് എടുത്തതിന് ശേഷം ബോണറ്റ് പൊങ്ങത്തുള്ളൂ. അപ്പോൾ ബോണറ്റിന്റെ അടിയിലൂടെ കൈ കടത്തിയതിന് ശേഷം ഇത് പൊക്കുക. പൊക്കി കഴിയുമ്പോൾ ബോണറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. എഞ്ചിന്റെ ഓവറോൾ ലുക്ക് ആൻഡ് പൊസിഷൻ ആണ് ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. വാഹനത്തിന്റെ എഞ്ചിൻ ബേ പാനലുകൾ ചെക്ക് ചെയ്യുക. ഫ്രണ്ടിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള കൊളേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഈ ചെക്കിംഗ് നിങ്ങളെ സഹായിക്കും. ഒരു തരത്തിലുള്ള ബെൻഡുകളോ ഒരു തരത്തിലുള്ള ഡെന്റുകളോ ഇതിലില്ല എന്ന് ഉറപ്പുവരുത്തുക. വാഹനത്തിന്റെ ഫ്രണ്ട് ഷോക്കുകളുടെ മൗണ്ടിങ് പരിശോധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള മേജർ ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സ്ക്രാച്ചുകളോ ഏതെങ്കിലും തരത്തിൽ ഇത് പൊട്ടിച്ചതിന് ശേഷം വെൽഡ് ചെയ്തിരിക്കുന്ന പാടുകളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എഞ്ചിൻ ഓയിലിന്റെ അളവ് പരിശോധിക്കുക. ഓയിൽ ഡിസ്ട്രിക്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അളവിൽ എഞ്ചിൻ ഓയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ കാണിച്ചിരിക്കുന്ന എംബ്ലത്തിന്റെ ഇടയിലായിരിക്കണം എഞ്ചിൻ ഓയിലിന്റെ സ്ഥാനം. എഞ്ചിൻ ഓയിലിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ചെക്ക് ചെയ്യുക. സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ചെക്ക് ചെയ്യുക. ഒരു വാഹനത്തിന്റെ എഞ്ചിൻ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എഞ്ചിൻ ഗ്യാസ്കറ്റ്. എഞ്ചിൻ ഗ്യാസ്കറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകളുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചില ടെസ്റ്റുകൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് കൂളന്റ് ടാങ്കിൽ ഓയിലിന്റെ അംശമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എഞ്ചിൻ ഗ്യാസ്കറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകളുണ്ടോ എങ്കിൽ കൂളന്റ് ടാങ്കിൽ മുകളിലായിട്ട് ഒരു പാട പോലെ ഓയിൽ കിടക്കുന്നതായിരിക്കും. അതിൽ നിന്ന് എഞ്ചിൻ ഗ്യാസ്കറ്റിന് തകരാറുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തുടർന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൂളന്റ് ടാങ്ക് വീണ്ടും പരിശോധിക്കുക. സ്റ്റാർട്ടിങ്ങിൽ കൂളന്റ് ടാങ്കിൽ ബബിളുകൾ വന്ന് പൊട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്തരത്തിൽ കൂളന്റ് ടാങ്കിൽ ബബിളുകൾ വന്ന് പൊട്ടുന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഗ്യാസ്കറ്റിന് തകരാറുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അത്തരത്തിലുള്ള വാഹനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. എഞ്ചിൻ ഗ്യാസ്കറ്റ് പരിഹരിക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒരു കാര്യം തന്നെ ആയതിനാൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പർച്ചേസ് ചെയ്യരുത്. കൂളന്റ് ബോക്സിലെ കൂളന്റിന്റെ അളവ് പറഞ്ഞിരിക്കുന്ന അളവിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കൂളന്റ് ടാങ്ക് പരിശോധിക്കുക. കൂളന്റ് ടാങ്കിൽ ഓയിലിന്റെ അംശം കണ്ടാൽ അത് എഞ്ചിൻ ഗ്യാസ്കറ്റിന്റെ കംപ്ലൈന്റിനാണ് സൂചിപ്പിക്കുന്നത്.
എഞ്ചിൻ ഗാസ്കറ്റിന് കംപ്ലൈന്റ് ഉണ്ട് എങ്കിൽ എഞ്ചിൻ ഗ്യാപ്പിന്റെ കീഴ്വശത്ത് വെളുത്ത കളറിലുള്ള ഒരു ദ്രാവകം പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എഞ്ചിൻ ഗ്യാപ്പിന്റെ കീഴ്ഭാഗം വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. എഞ്ചിന്റെ ഉൾഭാഗത്ത് തുരുമ്പുകളൊന്നും കയറിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനായി ഒരു ലൈറ്റ് അടിച്ചുകൊണ്ട് എഞ്ചിന്റെ ഉൾഭാഗം ചെക്ക് ചെയ്യുക. വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വാഹനത്തിന്റെ റണ്ണിംഗ് പരിശോധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഒച്ച വ്യത്യാസങ്ങളോ ഒച്ചയിലുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിഫറൻസുകളോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും തരത്തിലുള്ള അടിപ്പുകൾ കേൾക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൂളന്റ് ബോക്സിന്റെ ക്യാപ്പ് തുറന്നു നോക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ബബിളുകൾ ഇതിലുണ്ടാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്തരത്തിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബബിളുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എഞ്ചിൻ ഗാസ്കറ്റിന്റെ കംപ്ലൈന്റിനെ സൂചിപ്പിക്കുന്നു. ഓയിൽ ഡീസ്റ്റിക്ക് ഊരിയെടുത്ത ശേഷം ആക്സിലറേഷൻ കൊടുക്കുക. അപ്പോൾ എഞ്ചിന്റെ അകത്ത് നിന്നും ഓയിൽ പുറത്തേക്ക് അടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത്തരത്തിൽ എഞ്ചിനിൽ നിന്നും ഓയിൽ പുറത്തേക്ക് അടിക്കുന്ന വാഹനങ്ങൾ ഒഴിവാക്കുക. വാഹനത്തിന്റെ റണ്ണിങ്ങിൽ എഞ്ചിൻ ക്യാപ്പ് ഊരി നോക്കുക. ഏതെങ്കിലും തരത്തിൽ ഓയിലുകൾ പുറത്തേക്ക് അടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വാക്വം പിടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എഞ്ചിൻ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കീഴ്ഭാഗത്തു നിന്നും ഈ ടെസ്റ്റ് ആവർത്തിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഓയിലുകളോ ലീക്കേജുകളോ ഏതെങ്കിലും ഭാഗത്തു നിന്നും പുറത്തേക്ക് അടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പൈപ്പുകൾ തുടങ്ങിയവയുടെ ബൾജിങ്ങുകൾ പരിശോധിക്കുക. ഇത്തരത്തിൽ ബൾജിങ്ങുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. ബാറ്ററി ചെക്ക് ചെയ്യുക. ബാറ്ററിയുടെ കണ്ടീഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതിന്റെ അകവശം പച്ച കളറിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ബാറ്ററി മികച്ചതാണ് എന്നാണ് അതിന്റെ അർത്ഥം. ബ്രേക്ക് ഫ്ലൂയിഡിന്റെ അളവ് ചെക്ക് ചെയ്യുക. വിൻഷീൽഡ് വാട്ടറിന്റെ അളവ് പരിശോധിക്കുക. ഫാൻ ബെൽറ്റിന്റെ കണ്ടീഷൻ പരിശോധിക്കുക. ഫാൻ ബെൽറ്റിന്റെ ഉൾഭാഗവും പുറംഭാഗവും മികച്ചതാണ് എന്ന് ഉറപ്പുവരുത്തുക. ഫാൻ ബെൽറ്റുകൾക്കുണ്ടാകുന്ന കംപ്ലൈന്റ് ഒരുപാട് കംപ്ലൈന്റുകൾക്ക് കാരണമാകുന്നതുകൊണ്ട് ഫാൻ ബെൽറ്റ് മികച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. എഞ്ചിൻ ചെക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വാഹനത്തിന്റെ എഞ്ചിനിൽ നിന്നും പുറന്തള്ളുന്ന പുക. മികച്ച ഒരു പെട്രോൾ എഞ്ചിനിൽ നിന്നും ഒരു കാരണവശാലും പുക പുറത്തേക്ക് തള്ളില്ല. പെട്രോൾ എഞ്ചിന്റെ സൈലൻസറിന്റെ അകം വൃത്തിയുള്ളതായിരിക്കും. എത്ര തന്നെ ഹാർഡ് ആക്സിലറേഷൻ കൊടുത്താലും മികച്ച ഒരു പെട്രോൾ എഞ്ചിനിൽ നിന്നും ഒരു കാരണവശാലും പുക പുറത്തേക്ക് വരില്ല. എന്നാൽ ഡീസൽ എഞ്ചിനുകളെ സംബന്ധിച്ചിടത്തോളം പെട്രോൾ എഞ്ചിനുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണത്. ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ടാക്കുന്ന വേളയിൽ വാഹനത്തിന്റെ സൈലൻസറിൽ നിന്നും പുക പുറത്തേക്ക് വരുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ നോർമൽ RPMൽ ഒരു കാരണവശാലും പുക പുറത്തേക്ക് വരില്ല. അത്തരത്തിൽ പുക പുറത്തേക്ക് വരുന്ന എഞ്ചിനുകൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഡീസൽ എഞ്ചിനുകളിൽ ചെക്ക് ചെയ്യാനുള്ള ഏക കാര്യം വാഹനം നോർമൽ സ്റ്റാർട്ടിംഗ് അവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയിൽ സൈലൻസറിൽ നിന്നും പുക പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പുക പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ ആ എഞ്ചിൻ മികച്ചതാണ് എന്നാണ് അതിന്റെ അർത്ഥം. പെട്രോൾ എഞ്ചിനായാലും ഡീസൽ എഞ്ചിനായാലും എഞ്ചിന്റെ അകത്ത് ഓയിൽ കൂടുതൽ കത്തുന്നത് കൊണ്ടോ എഞ്ചിൻ റിംഗ്സിന്റെ കംപ്ലൈന്റ് കൊണ്ടോ എഞ്ചിൻ ഗാസ്കറ്റിന്റെ കംപ്ലൈന്റ് കൊണ്ടോ ആണ് പുക കൂടുതലായി ഉണ്ടാവുന്നത്. നിങ്ങളൊരു പെട്രോൾ എഞ്ചിനാണ് നോക്കാൻ പോകുന്നതെങ്കിൽ കഴിവതും പുകയില്ലാത്ത ഒരു വാഹനം തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക.
നിങ്ങളൊരു ഡീസൽ എഞ്ചിനാണ് നോക്കുന്നതെങ്കിൽ ഐഡിയൽ ആയിരിക്കുന്ന അവസ്ഥയിൽ പുക പുറത്തേക്ക് തള്ളാത്ത ഒരു വാഹനം ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഹാർഡ് ആക്സിലറേഷൻ കൊടുത്തു നോക്കുക. വാഹനത്തിന്റെ സൈലൻസറിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള പുക പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സൈലൻസറിന്റെ അകം പരിശോധിക്കുക. സൈലൻസറിന്റെ അകം വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നും ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് വീണ്ടും പുതിയ കാഴ്ചകളുമായി കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ജിക്സ് കിക്സ്. ബൈ.